ഇത് ചേച്ചിയാണോ എടുത്തു കൊടുത്തത്? ആ ഞാൻ ഇവിടെ തുടച്ചുകൊണ്ടിരുന്ന പച്ചാൻ ഭയങ്കരമായിട്ട് ഞരങ്ങും മൂളം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് വെച്ചെന്ന്. ഇത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുള്ളൂ പറഞ്ഞതല്ലേ ചായ? ഈ കഞ്ഞി കുടിക്കുന്നോ ബാക്കി? എന്നാ ഇത് കളഞ്ഞേക്കട്ടെ. ഇത്ര മതിയോ? ഞാൻ പോട്ടെ ചേ, നാളെ രാവിലെ വരാം. ബെൽ ഹായ്. കഴിഞ്ഞോ? പോവാണോ? ആ ഇന്നത്തെ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്ന് റെഡ് ഡബ്ബയിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒന്ന് കൊടുത്തേ. ഒരു ഗെയിമിന് വരണോ? ഇന്ന് വേണ്ട, നാളെ. ഓക്കെ ബൈ. ബൈ. എന്തു പറ്റി? ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, ഇത്രയും കുറവാണെങ്കിൽ എന്താ ചെയ്യാ? ഷുഗർ കുറവായതിന്റെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, തൽക്കാലം അടുക്കളയെന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടേ അച്ചായനെ കൊടുക്കേ. അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പ് ഇടാനുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിട്ട് വരാം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. ഇല്ലേ, ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ചെല്ലട്ടെ, പെട്ടെന്ന് വരാം. എന്തായി? ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട്. നീ ഒരെണ്ണം കൊണ്ടുണ്ട്, അത് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല, ഇപ്പൊ സ്റ്റേബിളാ. രാത്രി എന്തെങ്കിലും പറ്റിയാലോ? രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റുകയില്ല. നല്ല ശ്രദ്ധ ഉണ്ടാവണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ബെല്ലിന്ന് ഇവിടെ നിന്നോ, വീട്ടിലേക്ക് വിളിച്ചു പറ വരില്ലാന്ന്. ബെൽത്താസർ ഉണ്ടോ? ഉണ്ട്. ആരാണ്? ജിജിമോൾ, ബെൽത്താസറിന്റെ ഫ്രണ്ടാ. ഓ, മനസ്സിലായി. എങ്ങനെ? ഉച്ചയ്ക്ക് ബെല്ലിനെ വിളിച്ചിരുന്നല്ലേ? ആ. വരും. ബെൽ. ജിജിമോൾ. ജിജിമോൾ ഭയങ്കര സുന്ദരിയാണല്ലോ. സുന്ദരിയൊക്കെയാണ്, പക്ഷെ എന്നാ ചെയ്യാനാ? ഇരിക്കും, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ വിളിച്ചപ്പോ ഞാൻ ബൈക്കിലായിരുന്നു. കവലയിൽ ഞാൻ കുറെ നേരം നിന്നായിരുന്നു. അയ്യോ, ഇതാ ഫയലും. ഞാൻ ഇറങ്ങിയതാ അങ്ങോട്ട്, പക്ഷെ അപ്പോഴാ അച്ഛന് കൂടുതലായി. പിന്നെ ഈ ട്രിപ്പിളിലും പരിപാടിയൊക്കെ ആയിട്ട് ആകെ. ഓ, അപ്പൊ ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് ഇപ്പൊ. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാനെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. എന്നിട്ട് അച്ഛനെവിടെ? ആ മുറില വാ. നിന്റെ മാഡം എത്ര സൂപ്പറാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയാവുന്നുണ്ടേ. എന്നതിന്? എടി, അവരൊക്കെ വേറെ ലെവൽ ആൾക്കാരാ, നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ ബെൽ എന്നുള്ള വിളി കേട്ട് അങ്ങനെ തോന്നത്തില്ലല്ലോ. ഇതാ ചാൻ. ഇങ്ങനെ കിടക്കത്തേ ഉള്ളോ? ബെഡിൽ ഒരു സ്വിച്ച് ഒക്കെ എണീറ്റിരിക്കും. വാ. ഇതെന്നതാ? അത് അച്ഛൻ എന്നെ വിളിക്കാനുള്ളൊരു സെറ്റപ്പ്. അതിന് നീ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാകത്തില്ലേ?
എപ്പോഴും കൂടെ ഉണ്ടെന്ന് വെച്ച് പുള്ളിക്ക് ഒച്ചെടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു ചോദ്യങ്ങളോട് വന്നേ നീ. ആരുടെ ഐഡിയ? എൻ്റെ തന്നെ അപ്പച്ചക്കന് ബുദ്ധിയൊക്കെ ഉണ്ടോ? ഒരുപാട്. ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഓടിച്ചില്ലേ ശരിയാവില്ല ചേച്ചി, ഉഴപ്പിൻ്റെ ഉസ്താദാ. ഏയ്, നമ്മളൊരു പിടിയിട്ട തീരാന്ന് ഉഴപ്പിക്കുള്ളൂ. പേടിക്കണം. എന്നാ നമുക്ക് ഇറങ്ങാം. അല്ല, എനിക്കിന്ന് ഇവിടെ നിൽക്കണം. അച്ഛനും ട്രിപ്പ് ഇട്ടേക്കുമല്ലേ? സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇറങ്ങുവാണ് ചേച്ചി. ഇത്ര പെട്ടെന്നോ? വീട്ടിൽ അനിയത്തി ഒറ്റയ്ക്കാ. ചേച്ചി മോളെ, ഒരു 20 മിനിറ്റ്സ് ആണ്. ഈ ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എത്തിയേക്കാം. ഓക്കെ. വാ. ശരി ചേച്ചി. ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയിക്കൂടെ? ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എൻ്റെ പൊന്ന് ജിജി. ഒന്ന് വന്നേ വേഗം. അച്ഛൻ ഓക്കെ. മിടുക്കനാട്ടോ. വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ? ഓ, എനിക്കിപ്പോൾ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അതെന്താ? മാഡം എപ്പോഴും ഇങ്ങനെ അടുത്തുണ്ട്. മാഡം വേണ്ട, സെലേന അത് മതി. എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോൾ ഭയങ്കര രസമാണ്. സെലന എന്നുള്ള പേര് തന്നെ എന്നാ ഭംഗിയാ. എൻ്റെ മമ്മിയുടെ പേരായത്. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, തന്നെ പോലെ ഒരാൾ. അയാളാണ് എനിക്ക് ഈ പേരിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. സെലേന എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ്, ചന്ദ്രദേവത. അങ്ങനെയാണെ മമ്മി അറിഞ്ഞിട്ട പേരാ. നോക്കിയേ, ആകാശത്തൊരു റാണിയെ പോലെ സൂചിച്ചങ്ങ് നിൽക്കല്ലേ അവള്. സംഭവം ഇവിടെ നോക്കുമ്പോൾ റാണിയാണ് സൂചി നിൽക്കുക എന്നൊക്കെ തോന്നും. അടുത്ത് വന്നാലും സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്നാ ശൂന്യതയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ, കുറേ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട്. അതിന് രാജാവ് വീണു പോയതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് നിൽക്കാന്നൊക്കെ പറയുന്നത്. അച്ഛനെയാണോ ബലരാജാവെന്ന് ഉദ്ദേശിച്ചത്? ആ, അറബിടന്മാരൊക്കെ
രാജാക്കന്മാരെ പോലെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരാണ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. 1 മാസം മുമ്പ് വരെ എൻ്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിൻ്റെ. അങ്ങനെയൊക്കെ ചെയ്യുമോ അയാൾ? ചെയ്യുമെന്നോ? അങ്ങേരുടെ പേക്കൂത്തില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തനിക്കറിയോ, ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പമായിരിക്കും. ചുമ്മാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ. എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരും ഇല്ലാത്തത്. അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഒരു റാണിയാകുമ്പോ ഒരു കാലാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ചേച്ചാ ഞാൻ സിറപ്പെടുത്തോണ്ട് വരാം. കുടിക്ക്. എന്നാ ചേച്ചാ? ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ചേ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. സത്യം. ചേ പോട്ടെ ചേ, വിട്ടേക്ക ചേ. ചേ ഇനി ഉണ്ടാവില്ല. സത്യം ഇതല്ലല്ലേ പറയുന്നത്. ഇനി ഉണ്ടാവില്ല. പോട്ടെ ചേ, വിട്ടേക്ക. നീ വിട്ടേക്ക്. ഓക്കെ അല്ലേ ചേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കുളിച്ചാലോ? കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. എന്താ വരുന്നേ? ഹായ്. എന്നെ ഒരു പ്രസന്നതയാ. അച്ഛനെ കാണാൻ വന്ന. വരൂ. ചേച്ചി ഒരു ചായ. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് അച്ഛനെ കാണാം അല്ലേ? ബാ ഇരിക്കി. ഇതാണ് ബെൽത്താസ്. ഇത് അഡ്വക്കേറ്റ് റോണി, നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് എല്ലാം നോക്കുന്ന പുള്ളിയാ. അച്ഛൻ നല്ല ഹാപ്പി ആണല്ലോ. നോക്കാൻ ഫുൾ ടൈം ആളല്ലേ, പിന്നെ എന്നാ പേടിക്കാനാ? ചുമ്മാ കിടന്നു കൊടുത്താ പോരെ? എന്താ ചേ മനസ്സിലായി? ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ? അച്ഛൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ലേ അച്ചായ? അത് അച്ചായൻ പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം സെലനിക്ക് കിട്ടും. ഏതായാലും അച്ചായൻ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി പതിയെ താമസിക്കാണ്ട് 6 മണി പോലെ എണീറ്റ് നടക്കും. നടക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ? ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ശരി. നിന്റെ വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെ സാറേ. അടുത്തോ എന്ന് പറഞ്ഞ? എളങ്ങാട് തന്നെ.
ആ ഇളങ്ങാട്. സെലീന, ഒരു കാര്യം പറഞ്ഞേ. ആ അതെ, അമേരിക്കയിലെ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിലും വിഷമിക്കണ്ട. ജോണച്ചായൻ അവിടെ കിടന്ന് എന്നാ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ. മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ വക്കീലെ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അച്ചായൻ്റെ ബില്ലിൽ മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് 1-2 ക്ലോസ് ഉണ്ട്. അതൊന്ന് മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? ഓ, അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? അതെ, നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് 1-2 നല്ല വീടുകളുണ്ട്. മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ. കഞ്ഞിയായില്ലേ? ആ, ദാ അച്ചായനുള്ള കഞ്ഞി. ഇത് അച്ചായനുള്ളതാണോ? അതെ, അച്ചായൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നേ. ഇതൊക്കെ കഴിച്ച അച്ചായൻ ബാക്കിയുണ്ടാവോ? ഉണ്ടാവില്ലായിരിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് അങ്ങനല്ലേ? ഞാൻ ബെല്ലിനോട് ചോദിച്ചതല്ലേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നീയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. ഇനി ഏതായാലും 5-8 മാസം കൂടി അച്ചാൻ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ ആരും അറിയാത്ത കാര്യങ്ങൾ കുറച്ച് നേരത്തെ കിട്ടുമായിരിക്കും. പ്രശ്നമാവത്തില്ലേ? ഏയ്, നമ്മൾ അച്ചാനെ നന്നായി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വക്കീലിനും അത് ബോധ്യപ്പെട്ടതല്ലേ. ഏയ്, അധികം ആലോചിക്കണ്ട. ചൂട് പോ, ചെല്ല് കൊണ്ടു കൊടുക്ക. ചെല്ല്.